14 വയസ്സുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ പ്രതിയായ യുവാവിന് 63 വർഷം കഠിന തടവും 55,000 രൂപ പിഴയും വിധിച്ച് കോടതി. തിരുവനന്തപുരം ചാല സ്വദേശിയായ 20-കാരനെ തിരുവനന്തപുരം അതിവേഗ കോടതിയാണ് ശിക്ഷിച്ചത്. ആർ അനന്തകൃഷ്ണനുണ്ട്. അനന്തൻ, കേസിന്റെ വിശദാംശങ്ങൾ എന്താണ്? ഉചിതമായ സമാനമായ ഉത്തരവുകൾ നിരന്തരമായി ഇപ്പോൾ കോടതികളുടെ ഭാഗത്ത് നിന്ന് വരുന്നു. ഈ കേസിന്റെ വിശദാംശം എന്താണ്? രതീഷ്, 14-കാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിലാണ് 20-കാരനെ 63 വർഷത്തേക്ക് കോടതി ശിക്ഷിച്ചത്. തിരുവനന്തപുരം ഫാസ്റ്റ് ട്രാക്ക് കോടതി, പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജി അഞ്ജു മീര ബിർളയാണ് ഈ സുപ്രധാനമായ വിധി പുറപ്പെടുവിച്ചത്. 55,000 രൂപ പിഴയും പ്രതി കൊടുക്കണം. പിഴ ഒടുക്കിയില്ലെങ്കിൽ 3 വർഷവും 6 മാസവും അധിക തടവും അനുഭവിക്കണം. പ്രോസിക്യൂഷന് വേണ്ടി RS വിജയമോഹനാണ് കോടതിയിൽ ഹാജരായത്. 2022 കേസിന് ആസ്പദമായ സംഭവം നടന്നത് തിരുവനന്തപുരം ചാലയിൽ വെച്ചാണ്. ഈ പെൺകുട്ടിയുടെ വീടിന് സമീപമുള്ള ഒഴിഞ്ഞ കെട്ടിടത്തിൽ വെച്ചിട്ടാണ് പ്രതി ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും ഗർഭിണിയാക്കുകയും ചെയ്യുന്നത്. തുടർന്ന് പെൺകുട്ടി പിന്നീട് അസുഖബാധിതയായി ആശുപത്രിയിൽ എത്തിയപ്പോൾ ഡോക്ടറാണ് ഈ ഗർഭാവസ്ഥയുടെ കാര്യം അറിയുന്നത്. പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പിന്നീട് ഡോക്ടർമാർ കൂടി ചേർന്ന് പെൺകുട്ടിയുടെ പ്രായവും സുരക്ഷയും പരിഗണിച്ചുകൊണ്ട് ഗർഭഛിദ്രം നടത്തി. ആ ഭ്രൂണം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ കുട്ടിയുടെയും ഈ 20-കാരൻ്റെയുമാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇതേ കുട്ടിയെ ഈ പ്രതി പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് പീഡിപ്പിച്ചപ്പോൾ ഒരു കേസ് കൂടിയുണ്ട്. അത് ജുവനൈൽ കേസാണ്. അത് പ്രതി അനുഭവിച്ചു. അതിനുശേഷം ഇപ്പോൾ ശിക്ഷാവിധി നടത്തിയ കേസിൻ്റെ രജിസ്ട്രേഷൻ അത് കഴിഞ്ഞ ശേഷം പിന്നീടും ഈ കുട്ടിയെ ഈ പ്രതി പീഡിപ്പിക്കുകയുണ്ടായി. അന്ന് തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസ് കൂടി പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസിൻ്റെ വിചാരണ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും 20-കാരൻ ഇനി 63 വർഷം കാരാഗൃഹവാസം അനുഭവിക്കാം. 20-കാരൻ 63 വർഷം എന്ന് പറയുമ്പോൾ 83 വയസ്സ് വരെ ആയുസുണ്ടെങ്കിൽ 83 വയസ്സ് വരെ ജയിലിൽ കിടക്കേണ്ടതുണ്ട് എന്നാണ് കോടതിയുടെ കർശനമായ ഉത്തരവ്. മാത്രമല്ല, ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടതിന് ശേഷവും സമാനമായ കുറ്റകൃത്യം ആവർത്തിക്കപ്പെട്ടു എന്ന അതിഗൗരവതരമായ സാഹചര്യമുണ്ട്. ഒന്നിലധികം കേസുകൾ ഇയാൾക്കെതിരെയുണ്ട്. ആർ അനന്തകൃഷ്ണനാണ് ആ വിവരങ്ങൾ നൽകിയത്.